ഈ റിയാക്ഷൻസ്, ആക്ഷൻസിന് റിയാക്ഷൻസ് ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ എംപ്ലോയീസിൻ്റെ റിയാക്ഷൻസ്, എംപ്ലോയേഴ്സിൻ്റെ റിയാക്ഷൻസ്, അതേപോലെ കുട്ടികളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒക്കെ റിയാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഈ ജലസിനെസ് ഒരു റിയാക്ഷനാണ്. ആക്ച്വലി ജലസി ഒരു റിയാക്ഷനാണ്. ജലസി ഒരു ആക്ഷൻ അല്ലല്ലോ. നമ്മളെപ്പോഴും ആലോചിച്ച് നോക്കൂ, ജലസി ഒരു ആക്ഷനാണോ? ഒരു ജലസ് എന്ന് പറയുന്ന സംഭവം, അസൂയ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രവൃത്തിയോ അല്ലെങ്കിൽ വിസിബിലിറ്റിയോ, കാഴ്ചയോ അല്ലെങ്കിൽ പ്രവൃത്തിയോ വേർഡോ ഒരാളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള റിയാക്റ്റീവ് മോഡാണ് ജലസ്, അസൂയ. ഇപ്പോൾ ബിഹേവിയറൽ രീതിയിൽ, ബിഹേവിയേഴ്സിൽ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഈ അസൂയ എന്ന് പറയുന്ന സംഭവം. ഡു ഐ ഹാവ് എ റിയാക്ഷൻ കോൾഡ് ജലസ്. ജലസ് എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവാൻ പറ്റുമെന്നുള്ള, ജലസ് എന്നുള്ള റിയാക്ഷൻ ഉണ്ടാവാം. പോസിറ്റീവ് ജലസിനെസ് മാത്രമേ റിയാക്ഷനായിട്ട് വരാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ജലസിന്, ഒരാളുടെ സൗന്ദര്യം കണ്ട് നമുക്ക് ജലസി തോന്നിയാൽ അത് നെഗറ്റീവായി. ഒരാളുടെ ആരോഗ്യം കണ്ട് നമുക്ക് ജലസി തോന്നിയാൽ അത് നെഗറ്റീവായി. അതിനോട് അസൂയ വെച്ചു പുലർത്തിയാൽ അത് നെഗറ്റീവായി. ഒരാളുടെ ഏത് കഴിവിനെയും നമുക്ക് പോസിറ്റീവായിട്ട് എനിക്ക് അതുപോലെ ആവണം എന്നുള്ള കോമ്പറ്റീവായിട്ടുള്ള ഐ ആൾസോ നീഡ് ടു ഡു ലൈക്ക് ദാറ്റ് എന്നുള്ള ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു ജലസിനെസ് അല്ലാതെ അയാളിൽ ഉള്ളതിനോട് അയാൾക്ക് അങ്ങനെ ഉണ്ടായതിൽ വിഷമമുണ്ടാവുകയോ സങ്കടമുണ്ടാവുകയോ ദേഷ്യമുണ്ടാവുകയോ വെറുപ്പുണ്ടാവുകയോ കനത്ത പകയുണ്ടാവുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ, നമ്മുടെ മാനസികാവസ്ഥക്ക് പോക്ക് വന്നാൽ, മാറ്റം വന്നാൽ, അവിടെ ഉണ്ടാകുന്ന ആ ജലസിനെസ് ടു ഡേഞ്ചറസ്. ഇത്തരത്തിലുള്ള അസൂയയാണ് ശരിക്കും അസൂയ. കണ്ണുകടി എന്നൊക്കെ നമ്മൾ പറയുന്ന അസൂയ, ജലൻ എന്ന് പറയും. അപ്പം ഈ ഒരു അസൂയ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ അസൂയ എന്താ സംഭവിക്കാൻ പറയാം, ആ അത്തരത്തിലുള്ള അസൂയ ഒരാളെ ഇല്ലാതാക്കാനുള്ള ശ്രമം തുടങ്ങും. അപ്പം അവിടെ ആ വിസിബിളായ വേർഡിനോ അല്ലെങ്കിൽ പ്രവൃത്തിക്കോ അല്ലെങ്കിൽ ആക്ഷനോ വിസിബിലിറ്റിക്കോ നമ്മൾക്ക് റിയാക്ഷൻ ഉണ്ടാവുകയും ആ റിയാക്ഷൻ നെഗറ്റീവായി നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രതിഫലിക്കുകയും ചെയ്യുമ്പോൾ അയാളെ എങ്ങനെ പരാജയപ്പെടുത്താം, എങ്ങനെ തോൽപ്പിക്കാം, എങ്ങനെ തകർക്കാം, എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു കോമ്പറ്റീഷൻ്റെ രണ്ട് രൂപമാണെന്ന്. ഒന്ന്, അയാളെപ്പോലെ മികച്ചതാവാനുള്ള മികച്ച കാര്യങ്ങൾ ചെയ്ത് മികച്ചതായി മാറുക. മറ്റേ അയാൾ നമ്മളെക്കാൾ മുകളിൽ പോവാതിരിക്കാൻ വേണ്ടി അയാളെ കാൽ വെച്ച് തള്ളിയിടുക. ഈ രൂപത്തിലുള്ള ചതികളൊക്കെ നെഗറ്റീവാണ്. അപ്പം മറ്റുള്ളവരുടെ ഒരു നന്മയിലും കണ്ണുവെക്കാതിരിക്കുന്നതാണ് ഏറ്റവും മികച്ച റിയാക്ഷൻ. അപ്പം ഈ റിയാക്ഷനുകളൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. വീട്ടിലേക്ക് പുതിയ ഒരു മരുമകൾ കയറി വരുമ്പോൾ ആദ്യത്തെ മരുമകൾക്ക് കണ്ണുകടി അസൂയ ഉണ്ടാവും. എന്താ കാരണം? അതിൻ്റെ ബേസിക് റീസൺ, അമ്മായിയമ്മയും അമ്മാവശനും വീട്ടിലുള്ള ആളുകളും ഒക്കെ പുതിയ മരുമകളെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പുതിയ ആളായതുകൊണ്ട് സ്വീകരിച്ച രീതി കാണുമ്പോൾ ഉണ്ടായ ഒരു അസൂയ. അത് വളരെ കൂടിപ്പോയി, എനിക്കത്ര കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടി തുലനം ചെയ്ത് കമ്പയർ ചെയ്ത് അവളെ അങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നതൊക്കെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥ, അതൊരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് വീട്ടിലുള്ള ആളുകളെ മുഴുവൻ വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വന്നു കയറിയ മകൾക്ക് സാധിച്ചാൽ അവിടെ പലപ്പോഴും അമ്മായിമ്മക്കോ നാത്തൂനോ ഉണ്ടാകാവുന്ന ഒരു അസൂയ. അത് നമ്മൾ നാത്തൂൻ പോരും അമ്മായിമ്മ പോരും എന്നൊക്കെ പറയും നമ്മളെ മലപ്പുറം ജില്ലയിൽ. എന്തൊക്കെ പറഞ്ഞാലും ഇത് വലിയ അസൂയ ക്രിയേറ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് 8ഉം 10ഉം 5ഉം 8ഒക്കെ വയസ്സായ കുട്ടിക്ക് വളരെ വലിയ കൺസിഡറേഷനും പരിഗണനയും ഭയങ്കര ബഹുമാനവും വീട്ടിലെ വലിയ കുട്ടി എന്നുള്ള റെസ്പെക്റ്റൊക്കെ കിട്ടുന്നതിനിടയ്ക്ക് അടുത്തൊരു കുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ കുട്ടിയോടുണ്ടാകുന്ന അസൂയ, കുട്ടിക്ക് അമിതമായ റെസ്പെക്റ്റ് കിട്ടി. കാരണം ചെറിയ കുട്ടിയാവുന്ന സമയത്ത്, ഞാൻ കുട്ടിയാവുന്ന സമയത്ത് എനിക്ക് റെസ്പെക്റ്റ് കിട്ടിയോ, എന്നെ നോക്കിയോ, എന്നെ കെയർ ചെയ്തതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ പുതുതായിട്ട് ജനിച്ച കുട്ടിയെ കെയർ ചെയ്യുന്നതും റെസ്പെക്റ്റ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതൊക്കെ കാണുന്നത് മൂത്ത കുട്ടിയാണ്.
അപ്പോൾ മൂത്ത കുട്ടിക്ക് തോന്നുകയാണ് എന്നെക്കാൾ കൂടുതൽ അതിനെ കൺസിഡർ ചെയ്യുന്നു എന്ന് തോന്നി. അങ്ങനെ ആ കൊച്ചുകുട്ടിയെ കൊന്നൊരു കുട്ടിയെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. ആ ഒരു ചെറിയ പ്രായത്തിലുള്ളൊരു കുട്ടി, ഒരു കൊച്ചുകുട്ടി വീട്ടിലേക്ക് ജനിച്ചപ്പോൾ അതിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു. കാരണം തൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയോടാണ് കൂടുതൽ റെസ്പെക്റ്റും ലവും കെയറും ഒക്കെ ഉള്ളത് എന്ന് തോന്നിയിട്ട്. സോ ഈ അസൂയയുടെ റീസൺ വളരെ വലുതാണ്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രവാചകനായ യൂസുഫ്, എനിക്കൊന്നിന് ബൈബിളിൽ ജോസഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാമിനെ തൻ്റെ പിതാവായ യാക്കോബ് വളരെയധികം സ്നേഹിച്ചതുകൊണ്ട് മൂത്ത 10 മക്കൾ കൂടി പ്ലാൻ ചെയ്തിട്ട് ആ മകനെ അസൂയ കാരണം ഇല്ലാതാക്കാൻ ശ്രമിച്ച് കളഞ്ഞ ഒരവസ്ഥ നമുക്കറിയാം. അപ്പോൾ കിണറ്റിലെറിയുകയോ വിറ്റ് കളയുകയോ, ഏതായാലും അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇല്ലാതാക്കാൻ നശിപ്പിച്ച് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് അസൂയ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കളയും. അപ്പോൾ അതൊരു റിയാക്ഷനാണ്. അപ്പോൾ ആളുകളോട് അത്തരത്തിലുള്ള അസൂയ എന്ന് പറയുന്ന റിയാക്ഷൻ വെച്ച് പുലർത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ റിയാക്ഷനുകൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ.